ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു മെഹന്തിക്ക് പോവുകയാണ് കേട്ടോ. മെഹന്തി ഇടാനായിട്ട് പോവുകയാണ്. മംഗലാകുന്നാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ രാവിലെ ഒരു 6:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുക കേട്ടോ. ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മയിലുകളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ ചുറ്റുമില്ലേ ഈ കോഴികൾ മെയിൻ പോലെ മയിലുകൾ വന്ന് മേയാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മക്കളെ എല്ലാവരും റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. കാരണം ചെറിയ ആൾ ഫീഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് എത്രത്തോളം ഒറ്റയ്ക്ക് നിൽക്കുന്നത് എനിക്കറിയില്ല. അതുമാത്രമല്ല അമ്മയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവനെ കൊണ്ടുപോയേ ഒക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ദൂരത്തൊക്കെ ആണെന്ന് വെച്ചാൽ വേറെ നിവർത്തിയൊന്നുമില്ല കേട്ടോ. അപ്പം ചെറിയ ആളെയും വലിയ ആളെയൊക്കെ റെഡിയാക്കി നമ്മളൊരു 6 സമയമായിട്ടേ ഉള്ളൂ. അപ്പോഴത്തേനും ഇറങ്ങും. ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു ഫാമിലിയുടെ വർക്ക് എടുക്കുന്നത് എൻ്റെ നാത്തു ചേച്ചി ത്രൂ ആണ് കേട്ടോ. അപ്പം അതിനുശേഷം അവരുടെ ഫാമിലിയിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും മെഹന്തിക്കും മേക്കപ്പിനും എല്ലാം എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ നീതു എന്നാണ് ചേച്ചിയുടെ പേര്. നീതു ചേച്ചിയുടെ രണ്ടാമത്തെ അനിയത്തിയുടെ വിവാഹമാണ്. അപ്പം അതിന് ബ്രൈഡൽ മെഹന്തിയും പിന്നെ നീതു ചേച്ചിക്കും അനിയത്തിക്കും വേറെ മെഹന്തിയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ അവരുടെ വെഡ്ഡിങ് ഗസ്റ്റ് ലുക്കും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ചെറിയ ആളെ ഫീഡ് ചെയ്യട്ടോ. ഞാൻ ആ വീട് എത്തും വരെ ഫീഡ് ചെയ്തു. കാരണം എങ്ങനെ വിശന്ന് കരഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ, ആൾ കരയുമോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങളൊരു 7 മണി കറക്റ്റ് ആകുമ്പോഴത്തേനും അവിടെ എത്തിയിട്ടോ. ഞാനൊരു 6 മെഹന്തി കോണാണ് ഓർഗാനിക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മിസ്റ്റേക്ക് പറ്റി ആ കുട്ടി 3 എനിക്ക് തന്നു വിട്ടത്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ 2 സിങ് കൂടെ വാങ്ങിച്ചിട്ട് വന്നിട്ടോ. അങ്ങനെ ഞാൻ മെഹന്തി ഇടുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഓടി വരാറുണ്ട്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച മക്കൾക്ക് ഫുഡെല്ലാം എടുത്തിട്ടാട്ടോ വന്നത്. സ്നാക്സും എല്ലാം ഉണ്ടാക്കിയിട്ടാണ് വന്നത്. അഥവാ അവർ കരഞ്ഞാലോ എന്ന് പേടിച്ചിട്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കണ്ണേട്ട അവരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് കണ്ണേട്ടമില്ലാത്തപ്പോൾ കുട്ടികളെ നോക്കുന്നത്, അതുപോലെ തന്നെ ഞാനൊരു വർക്കിന് പോകുമ്പോൾ എനിക്ക് റെസ്പെക്ട് ചെയ്യുന്നിട്ട് ആൾ നല്ലപോലെ തന്നെ കുട്ടികളെ നോക്കാറുണ്ട് കേട്ടോ. അതെനിക്ക് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇത് അമ്മൂസ് കേട്ടോ. അമ്മൂസും അപ്പൂസും നീതു ചേച്ചിൻ്റെ ടിൻസാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾക്ക് ഇതെന്താണെന്നൊക്കെ അവർ എന്നോട് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ പേര് നിവ്യ എന്നാണ് കേട്ടോ. ആൾ ഭയങ്കര കൂളായിരുന്നേ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ടോളൂ, പക്ഷേ ഒരുപാട് വേണ്ട, വളരെ മിനിമലായിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് സംസാരിക്കുമായിരുന്നേ. അപ്പോൾ ഡിസൈനൊക്കെ ആൾ നോക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു പീക്കോക്ക് പോലും വരയ്ക്കാൻ പറ്റിയില്ല പറഞ്ഞപ്പോൾ അതൊക്കെ പരിഗണിച്ചിട്ട് ബാക്ക് സൈഡ് പീക്കോക്ക് വരയ്ക്കാനൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ കുഞ്ഞുങ്ങൾ വന്ന് നോക്കലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിത് കണ്ടപ്പോൾ കുറച്ച് സങ്കടമൊക്കെ വന്നായിരുന്നു. കാരണം എൻ്റെ ചെറിയ ആൾ ഇങ്ങനെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു, വലിയ ആൾ അവനെ നോക്കിയിരിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ മെഹന്തി വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നേരത്തെ നമുക്കൊരു ടെമ്പിൾ ലുക്ക് മേക്കപ്പ് ഉണ്ടായിരുന്നു. അത് നിവേശിച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടാം കേട്ടോ. ഫോട്ടോസ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുവാണ്. എന്തായാലും ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.